ഇന്നലെ കളക്ടറേറ്റ് വെച്ച് കണ്ടപ്പോ ആളൊരു വീരശൂര പരാക്രമിയാണെന്ന് തോന്നി. ഇഷ്ടമുള്ള പെണ്ണിന്റെ മുമ്പിൽ മനസ്സ് തുറക്കാൻ ധൈര്യമില്ലാത്ത ഒരു പാവമാണെന്ന് ഇന്ന് കാലത്താണ് മനസ്സിലായത്. നിങ്ങളുടെയൊക്കെ പ്രായം കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് പറയുക, എല്ലാത്തിനും ഓരോ സമയമുണ്ട്. കവിത, വിപ്ലവം, പ്രണയം ഒന്നും വേണ്ടാന്നല്ല, പക്ഷെ അതിനേക്കാളൊക്കെ വലുതാണ് ജീവിതം. അതുകൊണ്ട് എടുത്താ പൊന്തിക്കാനാവാത്ത ഈ ഭാരമൊക്കെ താഴെ ഇറക്കി വെച്ചിട്ട് കോളേജിൽ പോയി പഠിക്കണം, സന്തോഷിക്കണം, ആഘോഷിക്കണം. Live, enjoy and celebrate. അന്ന് ആശുപത്രിയിൽ വെച്ച് തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ വിക്ടറിനെ വീട്ടുകാരുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ആരതി വിവാഹം ചെയ്തു. കുട്ടികളെയൊക്കെ മാറി മായയ്ക്ക് പക്വത ഒന്നും തോന്നിയപ്പോൾ വിനയചന്ദ്രൻ അവളെയും വിവാഹം ചെയ്തു. ഇത് അതിഥി, ആരതിയുടെയും വിക്ടറിന്റെയും മകൾ. BA മലയാളം ഫൈനൽ ഇയർ പഠിക്കുകയാണ്. കോളേജിലേക്ക് പാടാൻ വേണ്ടി ഒരു കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ് കക്ഷി. പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. തൻ്റെ പഴയ കോളേജ് ഡയറിയിൽ ഒരു കവിത ഇരിപ്പുള്ള കാര്യം അപ്പോഴാണ് വിക്ടർ ഓർത്തത്. അന്ന് ഇതുപോലൊരു കോളേജിലേക്ക് ആരതി പാടിയ കവിത. അതൊന്ന് വായിച്ചപ്പോൾ വിക്ടർ അറിയാതെ പഴയ ഓർമ്മകളിലേക്ക് പോയി. ഈ കവിത സംഗീതാത്മകമായിട്ട് അവതരിപ്പിക്കുന്നതോട് എനിക്ക് വലിയ യോജിപ്പില്ല. പിന്നെ കേട്ടപ്പോൾ സുഖം തോന്നി. കൂടുതലും വായിച്ചാലേ ശരിക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. വിരോധമില്ലെങ്കിൽ കവിത തരാം. ഉള്ളിലുള്ള ഇഷ്ടമൊന്നും തുറന്നു പറയാൻ ധൈര്യമില്ലാത്ത ആ പഴയ ചെറുപ്പക്കാരന്റെ മുഖമാണ് ഇന്ന് വിക്ടറിന്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വന്നത്. എന്റെ പെണ്ണവള്, ഈ നെഞ്ചില് അവള് പോലും അറിയാതെ കൊണ്ടുകിടന്ന സ്വപ്നമായിരുന്നു ആരതി. ഇന്നുവരെ അവൾ എല്ലാവരും സ്നേഹിച്ചിട്ടേ ഉള്ളൂ, നോവിച്ചിട്ടില്ല. വിക്ടർ ആ കവിത അതിഥിക്ക് കൊടുത്തിട്ട് അതൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. അമ്മ ഇന്ന് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിലും എഴുതിയതിൽ വെച്ച് ഏറ്റവും മികച്ചത് ഇതാണെന്ന് അവൾക്ക് തോന്നി. അവൾ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഈ കവിതയാണ് താൻ കോളേജിൽ പാടാൻ പോകുന്നതെന്ന് പറഞ്ഞു. ആ കവിത വീണ്ടും കൺമുന്നിൽ കണ്ടപ്പോഴാണ് അന്ന് വിനയചന്ദ്രൻ തന്ന നിരൂതയുടെ കവിതകൾ എന്ന പുസ്തകം തൻ്റെ ഷെൽഫിലിരുന്നത് ആരതി ഓർത്തത്. അതൊന്നെടുത്ത് വെറുതെ തുറന്നു നോക്കിയതും ആരതി ആ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തുപോയി. കവിത ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരു വാചകം കൂടി ചേർക്കട്ടെ. ഇഷ്ടപ്പെട്ടു. എഴുതിയ ആളെ. ഇന്നലെ കണ്ടപ്പോ അത്ഭുതം തോന്നി, അതിലേറെ ആഹ്ലാദവും. ഈ കാർഡ് നല്ലതാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞ ആൾക്ക് തന്നെ ഇത് അയക്കാമെന്ന് കരുതി. അന്ന് ചെയ്ത മണ്ടത്തരങ്ങൾ ഒരു ചിരിയിലൊതുക്കി അവൾ ആ ബുക്ക് തിരികെ വെച്ചു. എന്നിട്ട് ആരതി തൻ്റെ വീട്ടിലേക്കൊരു യാത്ര പോയി. നിറയെ പാടങ്ങളും പുഴകളും കിളികളൊക്കെ ഉള്ള നാടിൻ്റെ മനോഹാരിതയ്ക്ക് ഇന്നും ഒരു കുറവ് വന്നിട്ടില്ല. ചന്ദ്രൻ ചേട്ടനും ഏടത്തമ്മയും ഇന്നും സന്തോഷത്തോടെ ആ വീട്ടിലുണ്ട്. ചിറ്റയ്ക്കിന്നും ആരതിയെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. കല്യാണം കഴിഞ്ഞ് പോയെങ്കിലും ആരതി വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ചന്ദ്രൻ ചേട്ടൻ്റെ മക്കളും അവിടെ എത്തി. അങ്ങനെ കോളേജിടെ എത്തി അതിഥി സ്റ്റേജിൽ കയറി ആ കവിത ആലപിക്കാൻ തുടങ്ങി. വിക്ടറിന്റെയും ആരതിയുടെയും ക്ഷണം സ്വീകരിച്ച് വിനയചന്ദ്രനും മായയും മകനും ആ പരിപാടി കാണാൻ വന്നിരുന്നു. കൂടാതെ പണ്ട് ഒരുമിച്ച് പഠിച്ചവരും ഉണ്ടായിരുന്നു. വനജയുടെ മകനും ഇതേ കോളേജിലാണ് പഠിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ മനസ്സിൽ കൊണ്ടു നടന്നൊരു പ്രണയമുണ്ട്. അതെന്തെങ്കിലും അവളോട് പറയണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അന്ന് പറയാൻ ധൈര്യമില്ലാതിരുന്ന ആ പ്രണയം ഇന്നെങ്കിലും അവളോട് പറയണമെന്ന് അവൻ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴേക്കും വിനയചന്ദ്രന്റെ മകൻ അവൾക്കൊരു ബുക്ക് സമ്മാനിക്കാൻ എത്തിയിരുന്നു. അവൾ ആ ബുക്കെടുത്ത് തുറന്നപ്പോൾ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു: അതിഥി, പ്രണയം സാന്ദ്രമാകുന്നത് മൗനത്തിൻ്റെ നിമിഷങ്ങളിലാണ്. പക്ഷെ എൻ്റെ മനസ്സ് നിറയെ അതിഥിയോട് പറയാനുള്ള കാര്യങ്ങളാണ്. കവിത പാടിയത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ജാലകവാതിൽ ചാരിയത് ഞാനായിരുന്നു. മിഴിയിൽ മഴയായി പെയ്തത് ഞാനായിരുന്നു.